നമസ്തേ. ഇന്ന് നമ്മൾ ആറാമത്തെ ബ്ലോക്കിലെ അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള 4ാമത്തെ യൂണിറ്റ് ഏത് അലങ്കാരമാണ് വരുന്നത്? ശ്ലേഷ അലങ്കാരമാണ് അതിൽ വരുന്നത്. ശ്ലേഷത്തിന്റെ വിഭാഗങ്ങളും ശ്ലേഷാലങ്കാരവും അതിന്റെ വിഭാഗങ്ങളുമാണ് ആ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ശ്ലേഷ നാനാർത്ഥ സംശ്രയശ്ലേഷ വർണ്യാവർണ്യോഭയാശ്രിത. എന്താണ്? അനേകാർത്ഥ വിഷയമായിട്ടുള്ള ശബ്ദവിന്യാസത്തെയാണ് ശ്ലേഷാലങ്കാരം എന്ന് പറയുന്നത്. അനേകാർത്ഥത്തിലേക്ക് വരുന്നതായിട്ടുള്ള ശബ്ദത്തിന്റെ വിന്യാസത്തെയാണ് ശ്ലേഷം എന്ന് പറയുന്നത്. ശ്ലേഷം എത്ര വിധത്തിലുണ്ട്? 3 വിധത്തിലുണ്ട്. ഏതൊക്കെയാണത്? വർണ്യാശ്രയ, അവർണ്യാശ്രയ, ഉഭയാശ്രയ എന്നിങ്ങനെ. വർണ്യാശ്രയം, അവർണ്യാശ്രയം, ഉഭയാശ്രയം എന്നിങ്ങനെ 3 തരത്തിലാണ് എന്തുള്ളത്? ശ്ലേഷാലങ്കാരം ഉള്ളത്. ഇതിൽ തന്നെ വർണ്യാശ്രയത്തില് എങ്ങനെ വരും? പ്രകൃത ശ്ലേഷം എന്നും അപ്രകൃത ശ്ലേഷം എന്നും വരും. വർണ്യാശ്രയത്തിൽ എങ്ങനെയാണ്? പ്രകൃത അനേകാർത്ഥ വിഷയ. അവർണ്യാശ്രയത്തിൽ എങ്ങനെയാണ്? അപ്രകൃത അനേകാർത്ഥ വിഷയ. ഉഭയാശ്രയത്തില് പ്രകൃത അപ്രകൃത അനേകാർത്ഥ വിഷയ, പ്രകൃത അപ്രകൃത ശ്ലേഷ എന്നിങ്ങനെയാണ് വരുന്നത്. ഇനി പ്രകൃത ശ്ലേഷം അല്ലെങ്കിൽ വർണ്യാശ്രയ ശ്ലേഷം എന്താണ് എന്ന് നോക്കാം. പ്രകൃത ശ്ലേഷം അല്ലെങ്കിൽ വർണ്യാശ്രയ ശ്ലേഷം എന്താണ്? പ്രകൃത അനേകാർത്ഥ വിഷയ ശബ്ദവിന്യാസ രൂപ പ്രകൃത ശ്ലേഷ. പ്രകൃതമായ അനേകാർത്ഥ വിഷയമായിട്ടുള്ള ശബ്ദവിന്യാസത്തെയാണ് പ്രകൃത ശ്ലേഷാലങ്കാരം എന്ന് പറയുന്നത്. ഉദാഹരണം: സർവതോ മാധവപ്പായാ സ യോ ഗംഗാമദീധരത്. സർവതഃ മാധവഃ യഃ അഗം ഗാം അധീതരത് സഹ പായാത്. സർവതഃ മാധവഃ, സർവാഭീഷ്ടദാതാവായിട്ടുള്ള മാധവഃ, മാധവൻ കൃഷ്ണൻ, യഹ അഗം ഗാം അധീധരത്, യാതൊരുവനാണോ അഗം പർവ്വതത്തെയും ഗാം ഭൂമിയെയും അധീധരത് ധരിച്ചിരിക്കുന്നത്, സഹ അവൻ പായാത് രക്ഷിക്കട്ടെ. അത്ര ഇവിടെ സർവാഭീഷ്ടപ്രദാത കൃഷ്ണഃ രക്ഷതു യഹ അഗം ഗാം ച ധൃതവാൻ ഇതി ഏകഃ അർത്ഥഃ കൃഷ്ണാർത്ഥേ. ഇവിടെ സർവ അഭീഷ്ടങ്ങളുടെയും ദാതാവായിട്ടുള്ള കൃഷ്ണൻ രക്ഷിക്കട്ടെ. യാതൊരുവനാണോ അകം പർവ്വതത്തെയും, പർവ്വതം എന്ന് പറഞ്ഞാൽ ഗോവർദ്ധന പർവ്വതമാണ് ഉദ്ദേശിക്കുന്നത്. പർവ്വതത്തെ വിരലിൽ ഉയർത്തിയവനാണ്, വിരലിൽ ധരിച്ചവനാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ യാതൊരുവനാണോ പർവ്വതത്തെയും ഗാം പൃഥ്വിയും ഭൂമിയെയും, ഇപ്പൊ വരാഹ അവതാരത്തിൽ ഭൂമി ദേവിയെ ഉയർത്തിപ്പിടിച്ചു എന്നാണ് പറയുന്നത്. ഭൂമിയെയും ധൃതവാൻ ധരിച്ചിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ കൃഷ്ണൻ എന്ന അർത്ഥത്തിലേക്ക് വരുന്നു. അയം പ്രകൃതാർത്ഥ, ഇതാണ് അതിന്റെ എന്ത്? പ്രകൃതാർത്ഥം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു അർത്ഥത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ സർവതോ മാധവപ്പായാത് എന്ന് പറഞ്ഞതിന് പകരം സർവദാ ഉമാധവഃ പായാത്, എല്ലായ്പ്പോഴും ഉമാധവഃ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉമാധവഃ, ഉമയെ ധരിച്ചവൻ,
ഗംഗയെ ധരിച്ചവൻ ആരാണ്? പരമശിവൻ എന്ന അർത്ഥത്തിലേക്ക് വരുന്നു. ഉമ ആരാണ്? ഗംഗ. ഉമാ ധവഹ, ഉമയെ ധരിച്ചവൻ, ഗംഗാ നദിയെ ധരിച്ചവൻ രക്ഷിക്കട്ടെ, പരമേശ്വരൻ രക്ഷിക്കട്ടെ. ഉമാധവഹ, ഉമായാഹ ധവഹ ഭർത്ത ശിവഹ ഇത് ശിവപക്ഷേ. ഇതും എന്താണ്? പ്രകൃതാർത്ഥം തന്നെ ആണ്, പ്രസിദ്ധമായിട്ടുള്ള അർത്ഥം തന്നെയാണ്. അപ്പോൾ കൃഷ്ണൻ എന്ന അർത്ഥത്തിലും ശിവൻ എന്ന അർത്ഥത്തിലും എടുക്കാം. പക്ഷെ എന്താണ്? ശബ്ദത്തിന്റെ വിന്യാസത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ രണ്ട് അർത്ഥത്തിലേക്ക് ഇതിനെ എടുക്കാൻ സാധിക്കും. സർവദാ മാധവ എന്നുള്ളിടത്ത് കൃഷ്ണൻ എന്ന അർത്ഥം വരും. സർവദാ ഉമാധവ എന്നുള്ളിടത്ത് എന്ത് വരും? പരമശിവൻ എന്ന അർത്ഥവും വരും. അസ്യാം പ്രാർത്ഥനായാം നാനാർത്ഥ പദാശ്രയേണ പ്രകൃതയോഃ കൃഷ്ണശിവയോഃ ഉഭയോഃ സ്തുതേഃ വർത്തമാനത്വാത് പ്രകൃതശ്ലേഷഃ. ഈ രണ്ടെണ്ണത്തിലും എന്താണ്? പല അർത്ഥങ്ങളിലുള്ള പദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കൃഷ്ണൻ ശിവൻ എന്നീ രണ്ടു പേരെയും സ്തുതിക്കുന്നത് കൊണ്ട് ഇതെന്താണ്? പ്രകൃതശ്ലേഷമാണ് വരുന്നത്. ഇനി പ്രകൃതശ്ലേഷത്തിന് മറ്റൊരു ഉദാഹരണം, അതായത് പദത്തിന്റെ ശബ്ദത്തിന്റെ വിന്യാസം കൊണ്ട് രണ്ടർത്ഥം വരുകയാണെങ്കിൽ അവിടെയാണ് പ്രകൃതശ്ലേഷം അല്ലെങ്കിൽ വർണ്യാശ്രയ ശ്ലേഷം എന്ന് പറയുന്നത്. പ്രകൃതശ്ലേഷത്തിന് മറ്റൊരു ഉദാഹരണമാണ് ത്രാത കാഗോദരോ യേന ദ്രോഗ്ധാഭി കരുണാത്മന പൂതനാമാരണാഖ്യാത സമേസ്തു ശരണം പ്രഭുഃ. ഇതും ഒരു പ്രാർത്ഥനയാണ്. യേന കരുണാത്മന, യാതൊരു കരുണാത്മാവായ രാമേണ രാമനാൽ, അദരഹ ഭയരഹിതഃ ദ്രോഗ്ധാപി, അദരഹ എന്ന് പറഞ്ഞാൽ ഭയരഹിതഃ ഭയരഹിതനായ, ദ്രോഗ്ധാപി ദ്രോഹശീലമുള്ള, കാകഃ കാക്ക രക്ഷിക്കപ്പെട്ടു. പ്രാർത്ഥനയാണ്. കരുണാത്മാവായ രാമനാൽ ഭയരഹിതനായ ദ്രോഹശീലമുള്ള കാക്ക രക്ഷിക്കപ്പെട്ടു. പവിത്രനാമധേയഃ, പവിത്രനാമധേയമുള്ള, യുദ്ധേ വിഖ്യാതഃ സഹ, യുദ്ധത്തിൽ പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹത്താൽ, മേ ശരണം അസ്തു, എനിക്ക് ശരണം, ഞാൻ ശരണം പ്രാപിക്കട്ടെ എന്ന് ഒരർത്ഥം. മറ്റൊരർത്ഥത്തിൽ യേന കാഗോദരഃ സർപ്പഃ, യാതൊരുവനാൽ കാളീയൻ എന്ന സർപ്പം രക്ഷപ്പെട്ടുവോ, പൂതനായാഹ മാരണേന, പൂതനയെ കൊന്നവൻ എന്ന അർത്ഥത്തിൽ, സഹ കൃഷ്ണഃ മേ ശരണമസ്തു, കൃഷ്ണനിൽ ഞാൻ ശരണം പ്രാപിക്കട്ടെ എന്ന അർത്ഥവും വരുന്നുണ്ട്. അപ്പൊ ആദ്യം കരുണാത്മാവായിട്ടുള്ള കരുണാത്മന രാമേണ എന്ന അർത്ഥത്തിലും വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാ വരുന്നത്? കാഗോദരഃ പൂതനായാഹ മാരണേന ഖ്യാതഃ സഹ കൃഷ്ണഃ മേ ശരണമസ്തു എന്നിങ്ങനെ രാമനെന്നും കൃഷ്ണനെന്നും രണ്ടർത്ഥത്തിൽ വരുന്നത് കൊണ്ട് ഇവിടെ എന്താണ്? പ്രകൃതശ്ലേഷമാണ് വരുന്നത്. ഇനി അപ്രകൃതശ്ലേഷം അല്ലെങ്കിൽ അവർണ്യശ്ലേഷം. അപ്രകൃത അനേകാർത്ഥ വിഷയ ശബ്ദവിന്യാസ രൂപഃ അപ്രകൃതശ്ലേഷഃ. അപ്രകൃതമായിട്ടുള്ള അനേകാർത്ഥമായിട്ടുള്ള വിഷയത്തിന്റെ ശബ്ദവിന്യാസത്തെ എന്താണ്? അപ്രകൃതശ്ലേഷം എന്ന് പറയുന്നു. ഉദാഹരണം: അബ്ജേന ത്വന്മുഖം തുല്യം ഹരിണാഹിത സക്തിന. തവ മുഖം, നിന്റെ മുഖം, ഹരിണ സൂര്യേണ, സൂര്യനോട്, ആഹിത സക്തിന ആസക്തിയുള്ളതായ, അബ്ജേന താമരയോട് കമലത്തോട്, തുല്യം തുല്യമാണ് സമാനമാണ് എന്ന് ഒരർത്ഥം. നിന്റെ മുഖം സൂര്യനോട് ആസക്തിയുള്ളതായ താമരയോട് തുല്യമാണ് എന്ന് ഒരർത്ഥം. പിന്നെ ത്വന്മുഖം, നിന്റെ മുഖം, ഹരിണേന മൃഗേന, ഹരിണം എന്ന് പറഞ്ഞാൽ മാൻ എന്ന
മൃഗത്തോട്, നിന്റെ മുഖം മാനോട് കൂടിയ അബ്ജത്തോട്, അബ്ജം എന്നതിന് ചന്ദ്രൻ എന്ന അർത്ഥവുമുണ്ട്, മാനോട് കൂടിയ ചന്ദ്രനോട് തുല്യം എന്നർത്ഥവും വരുന്നുണ്ട്. അത്ര പ്രകൃതേ നായികാവർണ്ണനെ, ഇവിടെ നായികാവർണ്ണനമാണ് പ്രധാനമായിട്ടുള്ളത്. അവിടെ അപ്രകൃതമായിട്ടുള്ള, പ്രാധാന്യം കുറഞ്ഞവയായിട്ടുള്ള പത്മം, ചന്ദ്രം എന്നിവയുടെ വർണ്ണന കൊണ്ട് എന്താണ്, അപ്രകൃത ശ്ലേഷമാണ് വരുന്നത്. ഇവിടെ വർണ്ണിക്കേണ്ട കാര്യം എന്താണ്, നായികയാണ്. അവിടെ മറ്റുള്ള വിഷയങ്ങളായിട്ടുള്ള പത്മം, ചന്ദ്രൻ മുതലായവയുടെ വർണ്ണനം വരുന്നത് കൊണ്ട് അപ്രകൃത ശ്ലേഷമാണ് വരുന്നത്. ഇനി അപ്രകൃത ശ്ലേഷത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്. നീതാനാം ആകുലീഭാവം ലുബ്ധേർ ഭൂരിശിലീമുഖൈ സദൃശേ വനവൃദ്ധാനാം കമലാനാം ത്വദീക്ഷണേ ലുബ്ധൈഹി മധുലോലുപൈഹി ഭൂരിശിലീമുഖൈഹി ഭ്രമരൈഹി ആകുലീഭാവം നീതാനാം വനേ വൃദ്ധിം പ്രാപ്താനാം സദൃശേ ഭവതഃ ഇതി ഏകോ അർത്ഥഃ പത്മപക്ഷി, താമര എന്ന അർത്ഥത്തിലാണ് ഒരർത്ഥം വരുന്നത്. നോക്കാം. ലുബ്ധരായ വണ്ടുകളാൽ, ലുബ്ധരായ അധികം ലോഭികളായ, അധികം അത്യാഗ്രഹികളായിട്ടുള്ള വണ്ടുകളാൽ ആകുലീഭാവത്തെ പ്രാപിച്ച ജലത്തിൽ വൃദ്ധി പ്രാപിച്ചതായ താമരയ്ക്ക് തുല്യമാണ് നിന്റെ ഈ ഈക്ഷണം, നോട്ടം എന്ന് പത്മപക്ഷത്തിൽ അർത്ഥം പറയുന്നു. പിന്നെ ലുബ്ധരായ വ്യാധന്മാരുടെ, വേട്ടക്കാരുടെ ബാണങ്ങളാൽ ആകുലീഭാവം പ്രാപിച്ചതും വനത്തിൽ ഹരണങ്ങൾക്ക്, ഈ വനത്തിലുള്ള ഹരിണങ്ങൾക്ക്, മാനുകൾക്ക് സദൃശവുമാണ് എന്ന് മാൻ എന്ന അർത്ഥത്തിലും പറയുന്നു. ഒരിടത്ത് താമര എന്ന അർത്ഥത്തിലും മറ്റൊരിടത്ത് മാനുകൾ എന്ന, ഹരിണം എന്ന അർത്ഥത്തിലും പറയുന്നത് കൊണ്ട് ഇവിടെ എന്താണ്, അപ്രകൃത ശ്ലേഷമാണ്. ഇവിടെ നായികയും നേത്രവും എന്താണ്, ഉപമാനങ്ങളാണ്. കമലവും ഹരിണവും എന്താണ്, ഉപമേയങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്, അപ്രകൃത ശ്ലേഷമാണ് വരുന്നത്. ഈ കമലവും മാനും പ്രസിദ്ധങ്ങളായിട്ടുള്ളതാണ്. നായികയും കണ്ണുകളും എന്താണ്, അപ്രസിദ്ധങ്ങളാണ്. അപ്പൊ അപ്രകൃതം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസിദ്ധമായത്, അവർണ്യം. അപ്പോൾ അതാണ് കമല ഹരിണങ്ങൾ, അവയെ പറ്റി അവയുടെ സാദൃശ്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ അപ്രകൃത ശ്ലേഷമാണ് വരുന്നത്. ഇനി വരുന്നത് പ്രകൃതാപ്രകൃത ശ്ലേഷം അല്ലെങ്കിൽ വർണ്യാവർണ്യ ശ്ലേഷമാണ്. ഇവിടെ എങ്ങനെയായിരിക്കും, മുമ്പ് പ്രകൃതം എന്ന് പറഞ്ഞു, അപ്രകൃതം എന്ന് പറഞ്ഞു, ഉപമാനത്തിന് ഉപമേയത്തിന് അങ്ങനെ വേറെ വേറെ പറഞ്ഞു. ഇതിൽ രണ്ടിനും ശ്ലേഷം വരികയാണെങ്കിൽ, രണ്ടർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അവിടെയാണ് എന്ത് പറയുന്നത്, പ്രകൃതാപ്രകൃത ശ്ലേഷം അല്ലെങ്കിൽ വർണ്യാവർണ്യ ശ്ലേഷം എന്ന് പറയുന്നത്. പ്രകൃതാപ്രകൃതാനേകാർത്ഥഗോചരഃ ശബ്ദവിന്യാസഃ പ്രകൃതാപ്രകൃത ശ്ലേഷഃ. പ്രകൃതത്തിനും, അതായത് വർണ്യത്തിനും അപ്രകൃതത്തിനും അവർണ്യത്തിനും അനേകാർത്ഥ വിഷയമായ ശബ്ദത്തെ വിന്യസിപ്പിക്കുന്നതാണ് പ്രകൃത അപ്രകൃത ശ്ലേഷം. അതായത് ഉപമേയത്തിനും ഉപമാനത്തിനും അനേകാർത്ഥം വരുന്നതായിട്ടുള്ള ശബ്ദങ്ങളെ വിന്യസിപ്പിക്കുന്നതിനെയാണ് പ്രകൃത അപ്രകൃത ശ്ലേഷം എന്ന് പറയുന്നത്. ഉച്ചരദ്ഭൂരികീലാള ശുശുഭേ വാഹിനീപതിഹി. ഉച്ചരത്, ഉദ്ഗച്ഛത്. ഭൂരികീലാളഃ ബഹുരക്തപ്രവഹമാനഃ വാഹിനീപതിഹി സേനാപതിഹി ശുശുഭേ ഇതി പ്രകൃതാർത്ഥഃ. എന്താ പറയുന്നത്, ബഹുരക്തപ്രവഹനായി സേനാധിപതി ശോഭിക്കുന്നു എന്നതാണ് പ്രകൃതാർത്ഥം. പ്രകൃതം എന്ന് പറഞ്ഞാൽ വർണ്യം, അതായത് ഉപമേയം. ഉയർന്നു പൊങ്ങുന്ന,
ഉച്ചരത് ബഹു കീലാലം ജലം യസ്യ സഹ നദീനാം പതിഹി സമുദ്രഃ ശുശുഭേ ഇതി അപ്രകൃതാർത്ഥഃ. ഉയർന്നു പൊങ്ങുന്ന തിരമാലകളാൽ സമുദ്രം ശോഭിക്കുന്നു എന്നതാണ് അപ്രകൃതാർത്ഥം അല്ലെങ്കിൽ ഉപമാനമായിട്ടുള്ളത്. ഇവിടെ പ്രകൃതത്തിനും അപ്രകൃതത്തിനും അനേകാർത്ഥ ശബ്ദത്തെ വിന്യസിപ്പിക്കുന്നു. അപ്പോൾ ഒരു ശബ്ദത്തിൽ തന്നെ പല അർത്ഥങ്ങൾ വരുന്നതിനെയാണ് അനേകാർത്ഥ ശബ്ദം എന്ന് പറയുന്നത്. ഇവിടെ ഉപമാനമായിട്ടുള്ള അവർണ്യമായിട്ടുള്ള എന്തിന് സമുദ്രത്തിനും പിന്നെ വർണ്യമായിട്ടുള്ള ഉപമേയമായിട്ടുള്ള എന്തിന് സേനാപതിക്കും ഒരു ശബ്ദത്തിൽ തന്നെ അനേകാർത്ഥം വരുന്നത് കൊണ്ട് ഇവിടെ എന്താണ് പ്രകൃത അപ്രകൃത ശ്ലേഷമാണ് വരുന്നത്. ഇനി പ്രകൃത അപ്രകൃത ശ്ലേഷത്തിന് മറ്റൊരു ഉദാഹരണം. അസാവുദയമാരൂഢ കാന്തിമാൻ രക്തമണ്ഡലഃ രാജാ ഹരതി ലോകസ്യ ഹൃദയം മൃദുലൈകരൈഹി. ഉദയമാരൂഢഃ അല്ലെങ്കിൽ അഭിവൃദ്ധിം പ്രാപ്തഃ, അഭിവൃദ്ധിയെ പ്രാപിച്ച, രക്തമണ്ഡലഃ അനുരക്ത പ്രജാമണ്ഡലയുക്തഃ, അനുരക്ത പ്രജാമണ്ഡലയുക്തനായിട്ടുള്ള ഈ രാജാവ് മൃദുലൈഹി കരൈഹി അല്ലെങ്കിൽ അല്പൈഹി ഗ്രാഹ്യധനൈഹി തന്റെ അല്പധനത്താൽ ലോകസ്യ ഹൃദയം ഹരതി ജനങ്ങളുടെ ഹൃദയത്തെ ഹരിക്കുന്നു എന്നതാണ് പ്രകൃതാർത്ഥം. അതുപോലെ അരുണമണ്ഡലനായ ചന്ദ്രൻ തന്റെ ശീതളത്തോടു കൂടിയ തണുപ്പോടു കൂടിയ മൃദുലകരത്താൽ ലോകത്തിന്റെ ഹൃദയത്തെ ആകർഷിക്കുന്നു എന്നതാണ് അപ്രകൃതാർത്ഥം. ഇവിടെ പ്രകൃതത്തിനും അപ്രകൃതത്തിനും എന്താണ് അനേകാർത്ഥ ശബ്ദത്തെ വിന്യസിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ പ്രകൃത അപ്രകൃത ശ്ലേഷമാണ് വരുന്നത്. ഇവിടെ പ്രകൃതത്തിൽ എന്താണ് രാജവർണ്ണനയാണ് വർണ്ണിക്കുന്നത്, അതായത് ഉപമേയമായിട്ട് രാജാവിനെ വർണ്ണിക്കുകയാണ്. ഉപമാനമായിട്ട് എന്താണ് ചന്ദ്രവൃത്താന്തവുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രകൃത അപ്രകൃത ശ്ലേഷമാണ് വരുന്നത്. എന്താണ് പ്രകൃത ശ്ലേഷം എന്ന് പറഞ്ഞാൽ എന്താണ് വർണ്യമായിട്ടുള്ള ഉപമേയത്തിന് ഉപമേയമായിട്ട് വരുന്ന വാക്യത്തിന് ഒരു ശബ്ദത്തിൽ തന്നെ രണ്ടർത്ഥം വരുന്നത്. അതാണ് സർവതോ മാധവ പായാതെന്ന് തുടങ്ങുന്നത്. പിന്നെ അപ്രകൃത ശ്ലേഷം അല്ലെങ്കിൽ അവർണ്യ ശ്ലേഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഉപമാന ശ്ലേഷം. ഉപമാനമായിട്ട് വരുന്ന പ്രസിദ്ധമായിട്ട് വരുന്ന വസ്തുവിന് ഒരു ശബ്ദത്തിൽ തന്നെ രണ്ടർത്ഥങ്ങൾ പറയുന്നത്. അബ്ജേനത്വന്മുഖം തുല്യം ഹരിനാഹിത സക്തിന എന്നുള്ളിടത്ത് അപ്രകൃത ശ്ലേഷമാണ് വരുന്നത്. ഇനി ഈ വർണ്യത്തിനും അവർണ്യത്തിനും ഉപമേയത്തിനും ഉപമാനത്തിനും ഒറ്റ ശബ്ദം കൊണ്ട് തന്നെ പല അർത്ഥങ്ങൾ പറയുകയാണെങ്കിൽ അതെന്താണ് പ്രകൃത അപ്രകൃത ശ്ലേഷമാണ് വരുന്നത്. ഈ ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മള് ഇവിടെ പ്രകൃത ശ്ലേഷം അപ്രകൃത ശ്ലേഷം എന്ന് പറഞ്ഞു. കൂടാതെ സഭംഗ അഭംഗ ശ്ലേഷം എന്ന വിഭാഗം കൂടിയുണ്ട്. അതിൽ ഈ കൊടുത്തവയിൽ തന്നെ ഏതൊക്കെയാണ് സഭംഗശ്ലേഷം ഏതൊക്കെയാണ് അഭംഗശ്ലേഷം എന്ന് പറയുന്നതാണ്. സർവതോ മാധവ യോഗംഗാം കാഗോദരഃ പൂതനാമാരണഖ്യാതഃ ഹരിണാഹിത സക്തിന ഇത്യാദി പരസ്പരം വിലക്ഷണം പദഭംഗം അപേക്ഷ്യ നാനാർത്ഥബോധനാത് സഭംഗശ്ലേഷഃ. അപ്പൊ എന്താണ് ഈ പറഞ്ഞ ഇടങ്ങളിലെല്ലാം പദങ്ങളിൽ പരസ്പരം വിലക്ഷണമായിട്ടുള്ള കാണാൻ പറ്റാത്തതായിട്ടുള്ള പദഭംഗം ഉള്ളത് കൊണ്ട് വിവിധാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിനാൽ ഇതെന്താണ് സഭംഗം. ഭംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഷ്ണമാക്കുക, ഓരോരോ ഭാഗങ്ങളാക്കുക എന്നാണ്. അപ്പൊ സഭംഗശ്ലേഷമാണ് അവിടെ വരുന്നത്. അബ്ജ കീലാല വാഹിനീപതി രക്തമണ്ഡല രാജ ഇത്യാദിഷു പദേഷു വിലക്ഷണസ്യ പദഭംഗസ്യ ഭാവാത് അഭംഗശ്ലേഷഃ. അപ്പൊ ആദ്യം പറഞ്ഞ ഭാഗങ്ങളിലെല്ലാം എന്താണ് പദത്തെ ഇങ്ങനെ നമ്മൾ വിഭജിക്കുന്നുണ്ട്. സർവതോ മാധവ എന്നുള്ളത് സർവതഃ മാധവ എന്നാക്കുന്നുണ്ട്. അതുപോലെ യോഗംഗാം എന്നുള്ളത് യഹ അകം ഗാം ച എന്നും യഹ ഗംഗാം എന്നും രണ്ടു തരത്തിൽ പിരിക്കുന്നുണ്ട്. അതുപോലെ കാഗോദരഹ എന്നത് പദം ഭംഗം വരുത്തുന്നുണ്ട്.
പൂതന മാരണാഖ്യാതഃ എന്നുള്ളിടത്തും പദഭംഗം വരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് സഭംഗശ്ലേഷമാണ് വരുന്നത്. പക്ഷേ അബ്ജ കീലാല വാഹിനീപതി രക്തമണ്ഡല രാജ എന്നുള്ളിടത്ത് എന്താണ് പദഭംഗമൊന്നും വരുന്നില്ല. ഈ പദങ്ങളിൽ എന്താണ് വിവിധങ്ങളായ അർത്ഥങ്ങൾ പദഭംഗം കൂടാതെ തന്നെ പറഞ്ഞിരിക്കുന്നതിനാൽ അഭംഗശ്ലേഷമാണ് വരുന്നത്. ഇപ്രകാരം പദഭംഗത്തെ ആശ്രയിച്ചും ശ്ലേഷാലങ്കാരം 2 വിധത്തിൽ ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ശ്ലേഷാലങ്കാരത്തിൽ പറയുവാനുള്ളത്. ഇത് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓരോ ശ്ലേഷാലങ്കാരത്തിൻ്റെയും ഉദാഹരണം സഹിതം മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇത്രയുമാണ് 4ാമത്തെ യൂണിറ്റിൽ വരുന്നത്. ഇതോടുകൂടി ഇതിലെ ബ്ലോക്ക് 6 അവസാനിക്കുകയാണ്. അതുപോലെ സംസ്കൃത ഭാഷാ പരിചയം എന്ന ടെക്സ്റ്റിലുള്ളത് ആകെ 6 ബ്ലോക്കുകളാണ്. 6 നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു സരളമായിട്ടുള്ള ഭാഷയാണ് സംസ്കൃതം. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ സംസ്കൃത ഭാഷ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.